ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ കമ്പനീൻ്റെ ഫൗണ്ടേഷൻ ഡേൻ്റെ പ്രോഗ്രാമാണെന്ന്. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഇന്ന് പ്രോഗ്രാം വരുന്നത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് ബസ്സിന് പോവുകയാണ്. അപ്പോൾ അത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കിറ്റൊക്കെ തന്നു. ഇത് കമ്പനി എംപ്ലോയീസിന് മാത്രമാണ് ഏട്ടനെ കിട്ടിയ കിറ്റാട്ടോ. അതിൻ്റെ മേലെ അവരെ കമ്പനീൻ്റെ നെയിമും എത്ര വർഷമായിരുന്നുണ്ട്, 15 വർഷമായിട്ട് അവരെ കമ്പനി. കിറ്റിലുള്ളത് ഒരു മാൻ്റെ ഒരു ജ്യൂസും പിന്നെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും ആണ്. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് തന്നെ കേട്ടോ കഴിച്ചത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു. മഹാബലിപുരത്തുള്ള റിസോർട്ടിലേക്കാട്ടോ ഞങ്ങൾ പോണത്. അടുത്ത് തന്നെയാണ്, ഒരു അരമണിക്കൂറുള്ളൂ യാത്ര. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. അതിൻ്റെ എൻട്രൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ സൗണ്ടിൽ നല്ല മാറ്റം ഉണ്ടാവും. എനിക്ക് ജലദോഷം കേട്ടോ, പെട്ടെന്ന് വന്ന ജലദോഷം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. അവരെ ഞങ്ങളെ വെൽക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാല കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഏട്ടൻ്റെ കമ്പനീൻ്റെ പ്രോഗ്രാമിനും ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ മാല നല്ല ഇഷ്ടമായി. ഇത് മറ്റേ ശംഖൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ മാലയായിരുന്നു. ഇത് അവർക്ക് തിരിച്ച് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരത്തെ പിടിച്ച് നടന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് തിരിച്ച് കൊടുക്കണ്ട, നമുക്ക് കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ ആ ബാഗിലിട്ട് കേട്ടോ. അവർക്കത് തിരിച്ച് കൊടുക്കണ്ടെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കരുത് ഞങ്ങളെല്ലാവരും കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ജ്യൂസ് കുടിച്ചു. ജ്യൂസ് ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇഞ്ഞ് ഓഡിറ്റോറിയത്തേക്ക് പോവാം കേട്ടോ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ. എന്തൊക്കെ പരിപാടിയാണെന്നൊന്നും എനിക്ക് യാതൊരു ഇത് ഐഡിയ ഇല്ല കേട്ടോ. ഇതെങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ത്വരയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ മൊത്തം. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണെങ്കിൽ ബാക്കി പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെത്തി. ഞങ്ങളായിരുന്നു അവസാനം കയറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലാട്ടോ സീറ്റ് കിട്ടിയത്. ഇത് എത്രയും ആൾക്കാരാണ് ഇവരെ കമ്പനിയിലുള്ളത്. ഞാനും അർച്ചനും അവിടെ കാര്യമായിട്ട് എന്തോ ഒരു ചർച്ചയിലായിരുന്നു കേട്ടോ. ഏട്ടൻ വീഡിയോ എടുത്തൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. എല്ലാവരും കൂടിയിട്ട് അവിടെ സെറ്റായിട്ട് ഇരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ അപ്പുറത്തുണ്ട്, കുറച്ച് ആൾക്കാർ ഇപ്പുറത്തുണ്ട്. ഇനി എന്താ പരിപാടി എന്നൊന്നും യാതൊരു വിധ ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇവർക്ക് കുറെ ഗെയിമും കാര്യങ്ങളും മുന്നേ നടന്നിട്ടുണ്ടായിരുന്നേ. അതിന്റെ സമ്മാനദാനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ ഗെയിമാണ്. ലെമൺ സ്പൂണ്, മ്യൂസിക്കൽ ബോള്, ഷട്ടില്, അങ്ങനത്തെ കുറെ ഗെയിമായിരുന്നു. അതിൽ അർച്ചനക്ക് മ്യൂസിക്കൽ ബോളിന് സെക്കൻഡോ ഫസ്റ്റ് അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡാ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അർച്ചനയുടെ പേര് വിളിച്ചപ്പോൾ അർച്ചനെ അറിഞ്ഞിട്ടില്ലേ, നിന്നെയാണോ ആരനെയാണോ എന്ന് വിളിക്കുന്നത്. അർച്ചന കുറേ നേരം ഇവിടെ ഇരുന്നിട്ടാട്ടോ പോയത്. പിന്നെ അർച്ചനെ വിളിച്ചുകൊണ്ട്. കിരണേട്ടന് ഷട്ടിലിൽ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടതാ സമ്മാനം മേടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കിരണേട്ടനും സമ്മാനം വാങ്ങിച്ച് വന്നു. ഇതെന്താണെന്ന് അറിയാത്തുള്ള ത്വരയാണ് ഈ കാണുന്നത് കേട്ടോ. രണ്ടാളും കൂടിയിട്ട് അത് പിച്ചി പറിച്ച് പൊളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡാൻസിൻ്റെ പാട്ട് വെച്ചേക്ക് പിന്നെ ഇവിടെ അളകി ബാക്കിൽ ഞാൻ ആദ്യമായിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഡാൻസൊക്കെ കാണുന്നത്. ഞങ്ങളും കുറേയൊക്കെ കളിച്ചു കേട്ടോ. നമുക്ക് പാട്ട് കേട്ട ഒരാഹരാണല്ലോ. അവിടെ അതാ ഫ്രണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, ബാക്കിൽ ഞങ്ങളും കളിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ വന്നിരിക്കണതിന് ഉപകാരം ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പിൾസിന് വേണ്ടിയിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നത്. ആ ഒരു സമയം വെച്ചിട്ട് എൻ്റെ ഭർത്താവ് മുങ്ങി. അതേതായാലും നന്നായി. ഇതായിരുന്നു പരിപാടി. ഭർത്താവ് ഭാര്യനെ എടുത്തു വെക്കുക. എത്ര സമയം വരെ എടുത്തു വെക്കുന്നതായിരുന്നേ. അതിൽ ഏട്ടൻ വരാത്ത നന്നായി. ഏട്ടൻ എന്നെ പൊന്തൂല, ഞാൻ നല്ല കാനാണ്. അപ്പോൾ ഇതാണെന്ന് അറിഞ്ഞേക്ക് ഞാൻ ഏട്ടനോട് വരണ്ട പറഞ്ഞ്. ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ വന്നത്. തുടങ്ങിയതിന് ശേഷം ഇവരെ HR ഉണ്ട് ലതാ മാം, അതിൻ്റെ കൈയൊക്കെ പിടിച്ച് ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു വരും, ഈ വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏട്ടനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. അതിൽ 4 ആൾക്കാട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊരു കുളങ്കര പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിലൊന്നും ഞങ്ങൾ പങ്കെടുത്തില്ല. പിന്നെ എന്തൊക്കെയോ കുറേ പരിപാടി ഉണ്ടാകും, അതൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇവരിപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നത് ആ കസാര അവരെ ഗേൾ ഫ്രണ്ട് ആക്കിയിട്ടാട്ടോ. അത് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. സാരിയൊക്കെ ചുറ്റിയിട്ട്, അതും അടിപൊളിയായിരുന്നു. കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിതിൻ്റെ സോങ് ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ.
ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കലാട്ടോ. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. ബൊഫേ ആയിരുന്നു. ഏകദേശം സാധനങ്ങളൊക്കെ തീരാറായിണ്ടായിരുന്നേ. പക്ഷേ അവരത് പിന്നെയും കൊടുന്ന് വെക്കണ്ടായിരുന്നു കേട്ടോ. അതിന് ഏട്ടൻ അപ്പുറത്ത് ആകാശിൻ്റെ പ്ലേറ്റിൽ നിന്നൊക്കെ വാരി കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ക്യൂവിൽ നിൽക്കുക കേട്ടോ പ്ലേറ്റ് ആയിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ഐറ്റംസ് ആയിട്ട് വേറൊരു സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മീൻ പൊരിച്ചതുമായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ മറ്റേ ഇവരെ കുറേ തൈര് സാദം അങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു കൂടുതലും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വട്ടത്തിരുന്ന് കഴിക്കുക കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ബിരിയാണി ഞാൻ ഇവിടുത്തെ അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഈ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമായി. ചിക്കൻ ആണെങ്കിലും അതെ, ചിക്കൻ ഞാൻ ബിരിയാണിൻ്റെ ചിക്കൻ എടുത്തിട്ടില്ല. ഞാൻ മീൻ വറുത്തതും ബിരിയാണീൻ്റെ റൈസും കൂട്ടാ കഴിച്ചിട്ടുണ്ടായിരുന്നു. സലാഡൊക്കെ കൂട്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ ഉള്ളിൽ പരിപാടി നടക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അർച്ചനയുടെ കുറച്ച് വ്ളോഗ് കാണാം. ഹായ് ഗായ്സ്, ടുഡേ നമ്മൾ എവിടെയാണ്? അമ്മേ അമ്മേ സതീശ്വര, നമ്മൾ എവിടെയാണ് ഇപ്പോ? കോറൽ ബീച്ച് റിസോർട്ട്. എവിടെ? കോറൽ ബീച്ച് റിസോർട്ട്. യെസ്, ടീച്ചേട്ടന് ഫ്രെയിമിൽ കിട്ടണം. സതീശേട്ടാ അവിടെ അശ്വതേച്ചി ഉണ്ട് ഗൈസ്. പറ കിരണ്ട, പിന്നെന്തൊക്കെയാ? പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. സതീശേട്ടൻ ഫ്രെയിമിൽ വരണം. സതീശേട്ടൻ ഇങ്ങനെ ഫോണാണ്. വാ എന്തെങ്കിലും പറ സതീശേട്ടാ. ഇതാ ഒരാളാത്ത അവിടെ കാറ്റ് കൊള്ളാൻ കിടക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാതെ സതീഷ് ചേട്ടാ, സതീഷ് ചേട്ടാ, ചേട്ടാ എവിടെ അച്ഛനമ്മ? എവിടെ ആ ഊഞ്ഞാല് കളിക്കണ? കുറച്ച് ഓവറായ മുതുക്കന്മാരല്ല, യങ്സ്റ്റേഴ്സ്. ഷിൻചോ, വെരി ടയർഡ്. വാട്ട് അബൌട്ട് യു അഖിലേട്ടൻ? ശരിയാ, ഒന്ന് പുഴയിൽ പോയി ചാടുന്ന ഫീൽ ഉണ്ടാവും. നല്ല ചൂട് വെള്ളം പോയി ചാടുന്ന ഫീൽ ഉണ്ടാവുന്നു. എന്റെ മുഖത്ത് മാറ്റം വരുത്തിയോ? എവിടെ? ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഇല്ല, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടോ. എവിടെ? നാച്ചുറൽ ബ്യൂട്ടി ആണോ? അങ്ങനെയുണ്ട്, അത്രക്കുണ്ട്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? യെസ് ഗൈസ്, നമ്മളിപ്പോ ബീച്ചിലോട്ട് പോണം. ബീച്ചിലോട്ട് അതന്നെ, ബീച്ചിലോട്ട് പോകുന്ന വഴി എങ്ങനെയാ? ബീച്ചിലോട്ട് പോകുന്ന വഴി എങ്ങനെയാ? മാപ്പിനോട് വിളിക്കാം. മാപ്പ് ആദ്യം ബാക്കിൽ വിളിക്കും. പറയൂ ബാക്ക് പറയൂ, വഴി പറയൂന്ന്. വിഷ്ണേട്ടാ, നമ്മൾ പോകും വഴി എവിടെയാന്ന് കണ്ടു പറയും വിഷ്ണേട്ടൻ. ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്? പിള്ളേർക്കുള്ള സാധനങ്ങളാണ് ഗൈസ്. എവിടെ എവിടെ ആര്? ബീച്ചിൽ പോവാ പറഞ്ഞിട്ട് ക്യാരംസ് കണ്ടപ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ മേലെ കിടന്ന് വിരക കേട്ടോ. അവരെല്ലാവരും കൂടി ക്യാരംസ് കളിക്കാൻ. ഇവിടെ നിന്ന് നീറ്റാലേ ബീച്ചിൽ പോകാൻ പറ്റുള്ളേ. അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഞാൻ ഏട്ടനോട് വരുമ്പോഴേ ചോദിച്ചാൽ ഡ്രസ്സ് എടുക്കണോ, ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഏട്ടനേ വേണ്ട എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയിട്ട് പൂള് കണ്ടപ്പോൾ ചാടാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു.
അതാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴും പറഞ്ഞല്ലേ ഡ്രസ്സ് എടുക്കാനെന്നൊക്കെ. അങ്ങനെ അതാ കുറച്ച് നേരം ക്യാരംസ് ഒക്കെ കളിച്ചിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് ബീച്ചിൻ്റെ അവിടേക്ക് പോവാട്ടോ. അവർ ഇപ്പോഴും അവിടെ മത്സരക്കളിയിലാണ്. അവരെ മത്സരം കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നടന്ന് ശിശിരി സീതാടനെ ഞങ്ങളെ കാത്തിട്ട് കുറേ നേരം അവിടെ നിന്ന് ലാസ്റ്റ് അവർ പോസ്റ്റ് അടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് പോന്നു കേട്ടോ. അവരെ ഞങ്ങൾ ഈ ഭാഗത്തുനിന്ന് കണ്ടു. സതീശേട്ടനും അത് അവിടെ നിൽക്കുന്നുണ്ട്. അവർ വെള്ളം മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. ഒരു കുപ്പി വെള്ളത്തിന് 100 രൂപയെന്ന് പറഞ്ഞപ്പോൾ അവരോട് വന്നു. ഞാൻ ഏത് റിസോർട്ടിലേക്കാണ് വന്നത് ഇതുവരെ പറഞ്ഞില്ലേ. ഇത് കോറൽ റിസോർട്ടിലേക്കാട്ടോ വന്നത്. കോറൽ ബീച്ച് റിസോർട്ടിലാണ് മഹാബലിപുരം. അടിപൊളി റിസോർട്ടായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ ഒരു എന്താ പറയുക വർക്കിംഗ് ടൈമിൽ തലക്കെ പുണ്ണായിട്ടിരിക്കുന്ന സമയത്തൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ മേലെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ബീച്ചിൻ്റെ അവിടേക്ക് ഇറങ്ങി. വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഇവിടെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. അവരെല്ലാവരും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായയും കടിയും ഉണ്ടായിരുന്നു കേട്ടോ. ചായയും കടിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അവിടെ ഒരു 5:30 വരെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. 5:30 ബസ് എടുക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇതാ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ. ഇതാട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ പിന്നെ കാണാം.